ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ അതുപോലെ ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ്. ഒരു കണ്ടന്റ് ഡ്യൂട്ടിയാണ് കേട്ടോ. എനിക്കതാണ് ഞാൻ മനസ്സോടെ പോകുന്നത്. എന്നാലും നല്ല രസമല്ലേ സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് തുടങ്ങുകയാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ എൻ്റെ ഇന്നത്തെ ഒരു കോലം, രാവിലത്തെ കോലം. വൈകുന്നേരത്തെ കോലം ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് ഇഷ്ടംപോലെ ആൾക്കാർ നിൽക്കുന്നു. പക്ഷേ ഇതൊന്നും നമ്മുടെ വണ്ടി വരാനല്ല, അതെല്ലാം പ്രിയദർശിനി ഇപ്പോൾ നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ സ്ഥിരം പോകുന്ന ആൾക്കാരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള പെങ്കൊച്ചാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുത്തത്. അവളെ പേരൊന്നും കറക്റ്റ് ഞാൻ ചോദിച്ചിട്ടില്ലെങ്കിലും അവളെ സ്ഥിരം കണ്ട് പരിചയമാണ്. ഞാൻ അവളെ എനിക്ക് വീഡിയോ എടുത്തത്. കണ്ടന്റ് ഡ്യൂട്ടിയുടെ വീഡിയോ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ആറ്റിങ്ങിലെത്തി. ഇസ്റ്റോട്ട് എത്തി. അവിടെ നിന്ന് ഫുഡ് കഴിച്ച് അടുത്ത ട്രിപ്പ് എടുത്തത് വീണ്ടും ആറ്റിങ്ങി എത്തി. ആറ്റിന്ന് ഫോൺ ചാർജ് ചെയ്യാനിട്ടേക്കാണ്, വണ്ടി ചാർജ് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ നമ്മുടെ ഷൈജോട്ടെ ഡ്യൂട്ടിയുടെ പാവപ്പെട്ട പോയി നടന്ന് ബിരിയാണി ഉച്ചയ്ക്ക് മുട്ട ബിരിയാണി വാങ്ങിക്കാൻ വെച്ചപ്പോൾ ഞങ്ങൾ ആരെയൊക്കെ തന്നെ മാറി മാറി വാങ്ങിക്കും. ഇന്നിപ്പോൾ ചേട്ടൻ പോയി വാങ്ങിക്കൊണ്ട് വന്നു. അങ്ങനെ അത് നോക്ക്, ഇഷ്ടംപോലെ നമ്മുടെ ആറ്റിങ്ങൽ ഡിപ്പോയിൽ വണ്ടികൾ നിരനിരേ ഇട്ടേക്കുന്നത് കണ്ടു. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ പോയി അറൈവൽ പതിപ്പിക്കാൻ വേണ്ടി പോകുന്ന പോക്കാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആളിനെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ ഇട്ട് വൈറലായ വ്യക്തിയാണ് ഇതായിരിക്കുന്നത് കേട്ടോ, അവിടെ ശരത് സാറ്. അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ പോയി അറൈവൽ വെച്ച ശേഷം വന്നിട്ട് ഞാൻ എൻ്റെ മുട്ട ബിരിയാണി ഇരുന്ന് വാങ്ങിച്ചു കേട്ടോ. ഞാൻ എന്ന് ഫുഡ് കൊണ്ടുപോകും. 2 ദിവസത്തേക്ക് ഞാൻ വിചാരിച്ചു എന്തിനാ ചുമ്മാ വാരി കെട്ടിക്കൊണ്ട് പോകുന്നത്, അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അവിടെ നിന്ന് വാങ്ങി കഴിക്കുന്നത്. അങ്ങനെ ഇന്ന് നമ്മൾ മുട്ട ബിരിയാണി വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഈ മുട്ട ബിരിയാണി ഉണ്ടാക്കുന്നത് അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രവാസ ജീവിതം കഴിഞ്ഞ് വന്നിരുന്ന ഒരു ചേട്ടനാണ്. 3-4 വർഷം കൊണ്ടേ ഉണ്ട്. നമ്മുടെ ഡിപ്പോയുടെ താഴെ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ വരും. 12 മണിയൊക്കെ ആകുമ്പോൾ തന്നെ തീരും കേട്ടോ. 30 രൂപയ്ക്കുള്ള ഒരു മുട്ട ബിരിയാണി കേട്ടോ. ഞങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വയറിനൊക്കെ ഇത്ര മതി, അല്ലാത്തവർക്ക് 2 വേണ്ടി വരും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ശരീരം പള്ളിയിൽ പോയി കേട്ടോ. പള്ളിയിൽ പോയി പറിച്ചിട്ട് പോയപ്പോഴത്തേക്ക് നമുക്കത് ട്രിപ്പാവും. ഞാൻ പക്ഷെ പെട്ടെന്ന് കഴിക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ തുടങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ സംഭവം എങ്ങനെ മുതലാവുമെന്ന് വെച്ചാൽ അറിയത്തില്ല, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ പുള്ളിക്കാരൻ്റെ മുട്ട ബിരിയാണി എന്ന് പറയാൻ. ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ നേരെ പോയി കഴിച്ച് കഴിഞ്ഞ് കൈ കഴുകിയിട്ട് ഇറങ്ങിയപ്പോൾ പണി പാളി ഗൈസ്. പേരും മഴ, ഭയങ്കര മഴ, വെളിയിറങ്ങാൻ പറ്റാത്ത രീതിയിൽ മഴ. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അടുത്ത് നമുക്ക് എന്തായാലും 1:30-ക്ക് ഇറങ്ങണം. 1:15 ആയി. അപ്പോൾ എന്തായാലും ഒന്ന് തോന്നുന്ന സമയം കൊണ്ട് ഞാൻ ഓടിപ്പിടച്ച് പോയി വണ്ടി കയറി കേട്ടോ. ഒരു ഇച്ചിരി ഒന്നും തോന്നി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് ഓടിപ്പോയി വണ്ടി കയറി. ഞങ്ങൾ അങ്ങനെ നേരെ വണ്ടി എടുത്തിറങ്ങി. അപ്പോൾ ആ ഒട്ടുക്കലത്തെ ബ്ലോക്ക്, ഈ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ അറിയാമല്ലോ, പിന്നെ ബ്ലോക്കിനൊരു അന്തവും കാണത്തില്ല. അങ്ങനെ ആ ബ്ലോക്കും എല്ലാം താണ്ടി പിടിച്ചങ്ങ് എത്തിയപ്പോൾ സിറ്റിയിലെത്തുമ്പോൾ ഒരു നേരമായി. പിന്നെ അവിടെ നിന്ന് അടുത്ത വീണ്ടും ചാർജിന് ഇട്ട ശേഷം വൈകുന്നേരത്തേക്കുള്ള ട്രിപ്പ് പിടിച്ചേ കേട്ടോ. അപ്പോൾ അത് അവിടെയും ബ്ലോക്ക്. അങ്ങനെ ഞങ്ങളുടെ ക്യാൻറ്റീനിൽ പോയി ഒരു ചായയും ഒരു മുളക് പൊടി എടുത്ത് കഴിച്ചു. മുളക് പൊടി ഭയങ്കര എരിയായ കാരണം ഞാൻ ആ മുളക് പൊടി എടുത്ത് ബാക്കി കളഞ്ഞിട്ട് ഒരു പഴംപൊരി എടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞ് നേരെ ഒരു അല്ലഞ്ഞ് തിരിഞ്ഞ ഒരു യാത്രയായിരുന്നു കേട്ടോ. ഇന്നൊരു വല്ലാത്തൊരു യാത്ര. അത് കഴിഞ്ഞ് ആറ്റിങ്ങൽ എത്തി. 7:30 മണിയായി. ക്ലോസ് ചെയ്യുന്ന സമയം തന്നെ ലേറ്റായി കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ നേരെ ക്ലോസ് ചെയ്തിട്ട് നേരെ അടുത്ത ബസ് വെച്ച് പിടിച്ച് നേരെ കല്ലമ്പലത്തെത്തിയപ്പോൾ ഏകദേശം 8-8:15 മണിയായി. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ആ വണ്ടി അവിടെ ഇരിക്കുന്നു. ഞാൻ പോകുന്നു. ബൈ ബൈ.